Hello everyone, welcome back to my channel. ഞാൻ കൃഷ്ണ ഉണ്ണികൃഷ്ണൻ. അപ്പോൾ ഒരു ക്യുക്ക് വാട്ട്സ് ഇൻ മൈ ബാഗ് ആണ് ഞാനിന്ന് ചെയ്യുന്നത്. വേറെ ഒന്നുമല്ല, പണ്ടത്തെ ഒരു ട്രെൻഡായിരുന്നു, പക്ഷെ ഇതുവരെയായിട്ട് ഞാൻ വാട്ട്സ് ഇൻ മൈ ബാഗ് ചെയ്തിട്ടില്ല. അപ്പോൾ ചിലരൊക്കെ വാട്ട്സ് ഇൻ മൈ ബാഗ് ചെയ്യുന്നതൊക്കെ പ്രീ പ്ലാനഡ് ആണെന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അതായത് അതിൽ ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം വെച്ചിട്ട് ചെയ്യുന്നത് ഞാൻ എൻ്റെ ഫ്രണ്ട്സൊക്കെ അങ്ങനെ ചെയ്തേ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് എന്തായാലും അങ്ങനെ ഉടായ്പ ചെയ്യേണ്ടെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് ഷൂട്ട് സ്കെഡ്യൂൾ പാക്കപ്പ് ആയിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഷൂട്ടിനെ കൊണ്ടുപോയിട്ടുള്ള ഒരു ബാഗാണിത്. ഇതാണ് ബാഗ് വരുന്നത്. ഇതെൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ലിൻസി ഫ്രാൻസിസ് എനിക്ക് ഗിഫ്റ്റ് ചെയ്തതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ ചക്രമുത്താണ് ലിൻസി ഫ്രാൻസിസ്. ഗിഫ്റ്റ് ആണെന്നൊന്നുമില്ല കേട്ടോ, എൻ്റെ ഒരു സ്കൂൾ ഫ്രണ്ടാണ്, ഇപ്പോഴും എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. അപ്പോൾ ഈ ഒരു ബാഗിൽ എന്തൊക്കെയുണ്ടെന്ന് ഞാൻ കാണിച്ചു തരാം, എല്ലാം ഞാൻ കാണിച്ചു തരാം. കാരണം എന്തായാലും നമ്മൾ പ്ലാൻഡ് ആയിട്ട് സാധനങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഭയങ്കര ബോറായിരിക്കും. അപ്പോൾ ഇതിലെ സാധനങ്ങൾ കണ്ട് നിങ്ങളാരും ഞെട്ടരുത്. ഫസ്റ്റ് തന്നെ നമുക്ക് ഇത്രയും സാധനങ്ങളാണ്. ഇത് ഞാൻ ഇന്ന് ഷൂട്ടിന് കൊണ്ടുപോയിട്ടുള്ളൊരു ബാഗാണ് കേട്ടോ. ഫസ്റ്റ് തന്നെ ഇത് ചിപ്സാണ്. ചിപ്സ് എന്ന് പറഞ്ഞു വെച്ചാൽ പഴം വറുത്തത്, സ്വീറ്റ് ബനാന ചിപ്സ് ഉണ്ടല്ലോ. എനിക്ക് നോർമൽ ബനാന ചിപ്സ് ഇഷ്ടമല്ല, പക്ഷെ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, വളരെ ഇഷ്ടമാണ്. ഇത് ഞാൻ തൃശ്ശൂർ പൂരവും എക്സിബിഷൻ പോയിട്ടാണ് അന്ന് വാങ്ങിച്ചാണ്. പിന്നെ ഇത് ഇന്നലെ മാൽക്കിസ്റ്റ് ബിസ്ക്കറ്റ് എനിക്ക് ബിസ്ക്കറ്റ് അങ്ങനെ ഇഷ്ടമല്ല, പക്ഷെ മാൽക്കിസ്റ്റ് ബിസ്ക്കറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഷൂട്ട് കഴിഞ്ഞ് വന്നിരിക്കാണ്ട്, ചിലപ്പോൾ എൻ്റെ തലയിൽ സിന്ദൂരമൊക്കെ ഉണ്ടാവും. ഇതെനിക്ക് നമ്മുടെ പ്രൊഡക്ഷൻ കണ്ടുള്ള ചേട്ടനുണ്ട്. ആ ചേട്ടൻ ഒരു ദിവസം ചോക്ലേറ്റ് കൊണ്ടുവന്നിട്ടുള്ളതാണ്. എനിക്ക് തരാൻ വേണ്ടി വിളിച്ച സമയത്ത് എനിക്ക് കിട്ടിയില്ല, പക്ഷേ എനിക്ക് ചോക്ലേറ്റ് കഴിക്കാത്തതിൽ ഭയങ്കര വിഷമമായിരുന്നു. അപ്പോൾ അത് ഇന്നലെ ഞാൻ എനിക്ക് തന്നതാണ് ഈ ഒരു ബിസ്ക്കറ്റ്. അപ്പോൾ ആ ഷൂട്ടിൻ്റെ ഇടയിൽ ടേക്ക് എടുക്കുന്ന ടൈമിൽ തന്നെ, അപ്പോൾ കഴിക്കാൻ പറ്റില്ല, അത് ഇപ്പോഴും ബാഗിൽ ഇരിക്കുന്നുണ്ട്, പക്ഷെ ഞാൻ കഴിക്കും. പിന്നെ ഫാൻ, ഇത് എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സംഭവമാണ്. നമ്മൾ ഷൂട്ടിനൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഒരു 1700 or 800 അങ്ങ് വരുന്നുണ്ട് കേട്ടോ ഈ ഫാനിൻ്റെ. ഇത് ജി എയർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബ്രാൻഡാണ്. നല്ല ഫാനാണ്. അത്യാവശ്യം ലൊക്കേഷനിൽ എല്ലാ ചേട്ടന്മാരും ഇതെടുത്ത് നശിപ്പിച്ചത് ഇങ്ങനെയൊക്കെ ആക്കി ഇതിൻ്റെ പണിയൊക്കെ തീർത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഷൂട്ടിൻ്റെ ഇടയിലൊക്കെ ചൂടൊക്കെ എടുക്കുന്ന സമയത്ത് ചാർജബിൾ ആണ് കേട്ടോ, ചാർജ് ചെയ്തിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള സംഭവം. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്യും കേട്ടോ, നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ. പിന്നെ ഇത് ഐഫോണിൻ്റെ ചാർജറാണ്, പക്ഷെ ഇതുവരെയായിട്ട് എനിക്ക് മര്യാദയ്ക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. കാരണം ഇതിൻ്റെ മറ്റേ അഡാപ്റ്റർ ഇല്ലാത്ത കാരണം എല്ലായിടത്തും ഇത് ഇതാക്കാൻ പറ്റില്ല. പിന്നെ ഇത് ആ ഫാനിൻ്റെ ചാർജറാണ് കേട്ടോ, കുഞ്ഞി ചെറിയ പിന്നുണ്ടല്ലോ പണ്ടത്തെ, ആ ഫാനിൻ്റെ ചാർജറാണ്. യെസ്, ഇനിയാണ് മക്കളെ നിങ്ങൾ കാണാൻ പോകുന്നത്. ഇതിൽ എത്ര പെർഫ്യൂം ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. ഞാൻ ഭയങ്കര ഒരു പെർഫ്യൂം അഡിക്റ്റാണ്. ഞാൻ ഭയങ്കരമായിട്ട് സ്മെല്ല് പിടിക്കുന്ന ഒരാളാണ്. നായേക്കാൾ ഘ്രാണശക്തിയുള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ പെർഫ്യൂം എനിക്കിങ്ങനെ, നമ്മൾ ഷൂട്ടൊക്കെ ചെയ്യുന്ന കാരണം ഇപ്പോൾ ഭയങ്കര ചൂടാണല്ലോ, എനിക്കിങ്ങനെ ബാഡ് സ്മെല്ലെന്ന് പറയാൻ എനിക്ക് തീരെ പറ്റാത്തൊരു സംഭവമാണ്. എവിടെന്നെങ്കിലും ഒരു ബാഡ് സ്മെല്ലൊക്കെ വരുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇറിറ്റേഷനാണ്. ഇപ്പോൾ എൻ്റെ തന്നെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ നല്ല സ്മെല്ല് ഉണ്ടായിരിക്കണമെന്ന് എനിക്ക് ഭയങ്കര ഒരു ഇതാണ്. അതുകൊണ്ട് തന്നെ വേറെ ഉണ്ട് കേട്ടോ പെർഫ്യൂം. ഇത് ഞാൻ വാട്ടർഗേളിൻ്റെ ആണ്. ഞാനൊരു ഓഫർ, എന്തോ വിമൻസ് ഡേക്ക് ഓഫറുള്ള സമയത്ത് ഒരു 6-7 പെർഫ്യൂം ഞാൻ വാങ്ങിച്ചു കൂട്ടിയിട്ടുണ്ട്. എല്ലാം ട്രൈ ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ അതിൽ 6 എണ്ണത്തിൽ എനിക്ക് 2 എണ്ണം ഇഷ്ടപ്പെട്ടു. ഒന്ന് ഫ്രഞ്ച് പിയോണിയാണ്, അതായത് മൈൽഡ് ആയിട്ടുള്ള സ്മെല്ല് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് പറ്റിയിട്ടുള്ളതാണ്. ഫ്രഞ്ച് പിയോണി കുറച്ചും കൂടി ഒരു കുത്തലുണ്ട്, അടിച്ചു കഴിഞ്ഞാൽ ഭയങ്കര സ്മെല്ലായിരിക്കും, ചിലർക്കൊന്നും ഇഷ്ടപ്പെടുന്നില്ല. പക്ഷേ ലൊക്കേഷനിലൊക്കെ അത്യാവശ്യം എല്ലാവരും നല്ലൊരു ഇത് യൂസ് ചെയ്യണ്ടെന്ന് തന്നെ മനസ്സിലാവും. 15 ദിവസത്തിനുള്ളിൽ സംഭവിച്ചിട്ടുള്ളതാണ്, ഇത്രയും തീർന്നു എൻ്റെ. ഇത് വാനില ടിസ്റ്റാണ്, അടിപൊളി സ്മെല്ലാണ് കേട്ടോ. ഇതിൻ്റെ സ്മെല്ലെന്ന് പറഞ്ഞാൽ ഞാൻ തന്നെ, കാരണം നിങ്ങൾ എന്തായാലും ഗേൾസ് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ ഒരു വാട്ടർഗേളിൻ്റെ വാനില ട്വിസ്റ്റ് അടിപൊളിയാണ്. അതായത് വാനിലയുടെ ആണോ അതിൻ്റെ ആണോ എന്നറിയില്ല, എനിക്ക് ഞാൻ തന്നെ ഇങ്ങനെ എന്നെ എടുത്ത് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. ഞാൻ ഭയങ്കര പെർഫ്യൂം അഡിക്റ്റാണ്. അതിൻ്റെയാണ്. അപ്പോൾ 2 പെർഫ്യൂംസും കൂടി ഇതിലുണ്ട്. പെർഫ്യൂംസ് മീൻസ് ബോഡി സ്പ്ലാഷ് ആണ്. പിന്നെ ഇതെന്താ, ഇതൊരു ടവലാണ്, ചുമ്മാ യൂസ് ചെയ്യാനുള്ള ഒരു ടർക്കി ടൈപ്പ് ടവല്. ഇത് യൂസ് ചെയ്ത ഒരു വെറ്റ് ടിഷ്യൂ ഉണങ്ങിപ്പോയി. ഇതൊരു മോയ്സ്ചറൈസിങ് ക്രീമാണ്, മോയ്സ്ചറൈസറാണ് മിനിമലിസ്റ്റിൻ്റെ, വിറ്റാമിൻ B5. ഇത് ഓയിലി ആക്നെ പ്രോൺ സ്കിന്നൊക്കെ നല്ലതാണ്. അത്യാവശ്യം നല്ല ഒരു പ്രൊഡക്റ്റാണ് കേട്ടോ. ഓയിലി ആക്നെ പ്രോൺ സ്കിന്നിന് പറ്റിയിട്ടൊരു പ്രൊഡക്റ്റാണ് ഇത്. സോറി, ചുമയാണ് ഗൈസ്. ഇത് മിൻ്റാണ്, തീർന്നു. ഇത് ഞാൻ മിൻറ്റ് വാങ്ങിക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വന്തം രാഹുൽ സുരേഷ് ഇടയ്ക്കിടയ്ക്ക് അവൻ്റെ ബാഗിൽ എപ്പോഴും ഉണ്ടാകുന്ന ഒരു സാധനമാണ് മിൻറ്റ്. അപ്പോൾ അവൻ ഈ മിൻറ്റിൻ്റെ ഒരു ഇത് എടുത്തിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കുലുക്കും.
അപ്പം ഞാനിങ്ങനെ നമ്മുടെ പട്ടിക്കുട്ടികൾ ഇവിടെ നിന്ന് മറ്റു പാത്രത്തിൻ്റെ സൗണ്ട് കേട്ടാലും വന്ന് നോക്കണ പോലെ ഇങ്ങനെയൊക്കെ. അപ്പം നമ്മളിങ്ങനെ ചിലവരുടെ കണ്ടിട്ട് ഇങ്ങനെ വാങ്ങിക്കുള്ളൂ. അങ്ങനെ വാങ്ങിച്ചിട്ടുള്ള ഒരു സംഭവമാണ് മിൻറ്റ്. ഇത് തീർന്നു. ഞാനും അവനും നവനീതൊക്കെ തിന്നെടുത്തിട്ടുള്ള ഒരു സാധനമാണ് സൺസ്ക്രീൻ. ഇത് ഡോക്ടർ ഷീത്തിൻ്റെ സൺസ്ക്രീൻ ആണ്. ഹൽദി ആൻഡ് ഹൈലറോണിക് ആസിഡ് സൺസ്ക്രീൻ ആണ്. ഇതിൻ്റെ തന്നെ വേറെ നിയാസിനാമൈഡിൻ്റെ ഒരു സൺസ്ക്രീൻ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇത് രണ്ടെണ്ണം നിയാസിനാമൈഡിൻ്റെ രണ്ടെണ്ണം ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് അതിനേക്കാളും നന്നായിട്ട് ഇഷ്ടപ്പെട്ട ഇതാണ്. അടിപൊളി സൺസ്ക്രീൻ ആണ്. നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഓയിലി സ്കിന്നും നല്ല ഓൾ സ്കിൻ ടൈപ്പ് എന്ന് എഴുതിയിട്ടുണ്ട്. ഓയിലി ആക്നെ പ്രോൺ സ്കിന്നും നല്ലതാണ്. പിന്നുള്ളതൊന്നും അയ്യോ അവശ്യ നിലയിൽ കുറച്ച് ചോക്ലേറ്റ്സ് ഉണ്ട് ഗൈസ്. അത് ഞാൻ ലാസ്റ്റ് കാണിക്കാം. ഇത് BB ക്രീമാണ് കേട്ടോ. ഇത് മൈഗ്ലാമെന്ന് ഞാൻ വാങ്ങിച്ചിട്ടുള്ള BB ക്രീമാണ്. SPF 50 ഉള്ള ഒരു BB ക്രീമാണ്. അതായത് ലൈറ്റൊക്കെ പോയി തോന്നുന്നുണ്ട്. ഞാൻ പുറത്തിറങ്ങുന്ന സമയത്ത് സൺസ്ക്രീൻ ഇട്ടിട്ട് നമുക്കിങ്ങനെ മാർക്സ് ഒക്കെ ഉണ്ടെച്ചെങ്കിൽ ഞാൻ ഫൗണ്ടേഷൻ യൂസ് ചെയ്യില്ല. സാധാരണ പുറത്തൊക്കെ ഇറങ്ങണോ അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റിലേക്ക് എവിടേക്കെങ്കിലൊക്കെ പോകുന്നുണ്ടെച്ചെങ്കിൽ ഞാൻ ഈ BB ക്രീമാണ് യൂസ് ചെയ്യുന്നത്. നല്ലതാണ് കേട്ടോ. നല്ല അടിപൊളി ഇതാണ്. അത്യാവശ്യം ഈ ഒരു ഷെയ്ഡാണ് വരുന്നത്. ഓക്കെ, അതിൻ്റെ രണ്ടെണ്ണം ഉണ്ട്. ഇതൊരെണ്ണം കഴിയാറായി. അപ്പോൾ ഇതൊരെണ്ണം ചുമ്മാ അറിയാതെ ബാഗിൽ എടുത്തിട്ടതാണ്. പിന്നുള്ളത് എന്താ, ഇത് ഗ്ലൈക്കോണിയം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗ്ലൈക്കോളിക് ആസിഡ്. ഇത് ഞാൻ ചുമ്മാ കൊണ്ടുപോകുന്നൊന്നുമല്ല കേട്ടോ. എങ്ങനെയോ ബാഗിൽ ഞാൻ എപ്പോഴൊക്കെ അങ്ങോട്ട് ഇങ്ങോട്ട് മാറ്റുന്ന സമയത്ത് എടുത്തിട്ടാണ്. ഇത് ആക്നെ മാർക്സ് ഒക്കെ പോകാൻ നല്ലൊരു ഓയിൻമെന്റ് ആണ്. പക്ഷെ എനിക്ക് അത്ര വലിയ എഫക്റ്റീവായിട്ട് തോന്നിയിട്ടില്ല. പക്ഷെ ഇപ്പം ഞാൻ അടുത്ത് ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് ഒരു ക്രീം വാങ്ങിച്ചിട്ടുണ്ട്, ഗ്ലൈക്കോളിക് ആസിഡ് ആ ഒരു ടൈപ്പിൻ്റെ തന്നെ. അത് ഞാൻ പിന്നെ പറഞ്ഞുതരാം. അത് നല്ല എഫക്റ്റീവായിട്ട് തോന്നുന്നു. എനിക്ക് ആക്നേസും ആക്നെ മാർക്സും ഒക്കെ ഉണ്ടോ സൂക്ഷിച്ച് നോക്കിയാൽ കാണാൻ പറ്റും. പിന്നെന്താണുള്ളത്, പിന്നെ അതെ 1 2 ഓക്കെ, ഇതൊക്കെ എല്ലാം ചമ്മന്തിയായി ഗൈസ്. ഇത് വിശക്കണ സമയത്ത് ഞാൻ ഇടയ്ക്ക് കഴിക്കാനുള്ളത് സ്നിക്കേഴ്സിൻ്റെ കോപ്പിക്കോ. അയ്യോ മാസിൻ്റെ ഒക്കെ അവസ്ഥ നോക്കിയേ. ഇതൊക്കെ ബാഗിൽ ഇങ്ങനെ കിടന്ന് ഇങ്ങനെയുണ്ട്. ഇത് എനിക്ക് ഇഷ്ടമുള്ള ഒരു മിഠായിയാണ്, ചോക്ലേറ്റ് ആണ്. ഇത് സഫയറിൻ്റെ എക്ലേസ് ആണ്. നമ്മൾ പുറത്തുനിന്നൊക്കെ കൊണ്ടുവരുന്നില്ലേ, അത് നമുക്ക് ഒരു എവിടെ പോയപ്പോഴാണ് അവന് വാങ്ങിച്ചത്. ഇത് എൻ്റെ ഫ്രണ്ട് വന്നപ്പോൾ ലിൻസി എന്താണ് ലിൻസി എന്ന ഗൾഫ് ചോക്ലേറ്റ്സ് ആണ് കുറച്ച്. ഇത് സെൻട്രൽ ഫ്രഷ്. അവിടെ ലൊക്കേഷനിൽ ആരോ സിഗരറ്റ് വലിച്ചിട്ട് കഴിക്കാൻ വേണ്ടി ബാക്കി വെച്ചിട്ടുള്ളതായിരുന്നു. ഞാനത് അടിച്ചു പറ്റി. പിന്നെന്താ, പിന്നെ കുറച്ച് വള, അതൊക്കെ അറിയാതെ ഇങ്ങനെ ബാഗിലെടുത്തിട്ടുള്ളതാണ് സാധനങ്ങൾ. കഴിഞ്ഞു കേട്ടോ. ഇപ്പോൾ ഈ മെയിൻ കള്ളിയിലത്തെ കഴിഞ്ഞു. ഇത് സൈഡിൽ ഞാൻ വെച്ചിട്ടുള്ളതാണ് ടിഷ്യൂസ്. ചിലതൊക്കെ യൂസ് ചെയ്ത് ചിലതൊക്കെ ഞാൻ ചുരുട്ടി കൂട്ടിയിട്ടുള്ളത് ടിഷ്യൂസ്. നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരിക്കുമല്ലോ ബാഗിൽ ഒരു അറ വേസ്റ്റ് ഒക്കെ ഇടാൻ വേണ്ടിയിട്ടുള്ളത്. അതേപോലത്തെ ഒരു അറയാണ്. ഇതെൻ്റെ എയർപോർട്സ്. ഇതൊരു ലിപ് ബാമാണ്, നല്ല ലിപ് ബാമാണ്. ഇതെനിക്ക് പണ്ട് എന്ന് പറഞ്ഞാൽ കുറച്ചായി സാബ്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇതൊന്ന് കൊളാബറേഷൻ കിട്ടിയിട്ടുള്ളതാണ്. ഒരു വൈറ്റനിങ് ക്രീമും കിട്ടിയിട്ടുണ്ടായിരുന്നു, ഇതും കിട്ടിയിരുന്നു. വൈറ്റനിങ് ക്രീം എന്ന് പറഞ്ഞു വെച്ചാൽ കുഴപ്പമില്ല കേട്ടോ. എൻ്റെ പാടൊക്കെ പോയായിരുന്നു. ഞാൻ അങ്ങനെ അധികം അങ്ങനത്തെ സംഭവങ്ങളൊന്നും പ്രൊമോട്ട് ചെയ്യാത്തതാണ്. ഞാൻ പറഞ്ഞായിരുന്നു ഞാൻ യൂസ് ചെയ്തിട്ട് എങ്ങനെയുണ്ട് വെച്ചാൽ മാത്രമേ ഞാൻ പ്രൊമോട്ട് ചെയ്യുള്ളൂ എന്ന്. പക്ഷേ നല്ല ക്രീമായിരുന്നു. നല്ല ഫേസിലെ മാർക്സ് ഒക്കെ പോകുന്നുണ്ട്. വെളുത്തിട്ടില്ലെങ്കിലും മാർക്സ് ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ പോയിരുന്നു. ഇത് നല്ല ലിബാമ. നമ്മുടെ ശില്പയ്ക്കൊക്കെ ഭയങ്കര, ഐ മീൻ നമ്മുടെ കാഞ്ചനയ്ക്കൊക്കെ ഭയങ്കര ഗ്ലോ ആയിട്ട് നിൽക്കും. നല്ല ലിബാമ. പിന്നെ ഇത് നോർമൽ ഒരു എപ്പോഴും ഞാൻ യൂസ് ചെയ്യുന്ന ഒരു നെയിൽ പോളിഷാണ്. അത് വലിയ ബ്രാൻഡൊന്നുമല്ല. എല്ലാവർക്കും ഗേൾസിനൊക്കെ അറിയായിരിക്കും. നോർമൽ നമ്മുടെ കണ്ണൊക്കെ പറഞ്ഞിരിക്കുന്നു. ഞാൻ ഉറങ്ങി എണീറ്റ് വന്നിട്ടോ. ഷൂട്ടും കഴിഞ്ഞ് വന്ന ഒരു ഉറക്കം കഴിഞ്ഞിട്ടാണ് ഈ വീഡിയോ ചെയ്യാൻ എനിക്കൊരു ബോധോദയം ഉണ്ടായത്. അത് സിൽവർ കളറാണ്. ഈ ഒരു കളർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നെയിൽ പോളിഷ്. അപ്പോൾ ഇതിൽ മറ്റേ വലിയ ബ്രാൻഡിൻ്റെ ഒന്നും ഈ ഒരു ഷെയ്ഡ് എനിക്ക് കിട്ടുന്നില്ല. കണ്ടോ, നല്ല കളറല്ലേ, നല്ല ഷെയ്ഡല്ലേ. ഈ ഒരു നെയിൽ പോളിഷ് ഒക്കെ എടുക്കുന്നുണ്ട്. സെയിം എൻ്റെ ബാഗിൻ്റെ മുകളിൽ നെയിൽ പോളിഷ് ആവുന്നു. വേറെ എന്താ ഉള്ളത്? ഇതൊരു ലിപ്സ്റ്റിക്കാണ്, ചുമ്മാ എടുത്തിട്ടതാണ്. ഈ ഒരു ഷെയ്ഡാണ്, നല്ല ഷെയ്ഡാണ്. ഓക്കെ, ഷോ എനിക്ക് വിഷമമായി പോയി. ഇത് എനിക്ക് ഈ ആശംസ വീഡിയോസ് ഒന്നും ചെയ്യാൻ എനിക്ക് അത്ര വലിയ താല്പര്യമില്ല. പക്ഷെ നമ്മുടെ ഏതിലത്തെ യൂണിറ്റിലെ ഒരു ചേട്ടനുണ്ട്. ആ ചേട്ടൻ പറഞ്ഞു 24ാമത് പ്രതിഷ്ഠാ വാർഷികം ആഘോഷിക്കുന്ന കുരിച്ചൽ പയ്യക്കാട് ശ്രീ ചാമുണ്ടേശ്വരി ക്ഷേത്ര മഹോത്സവത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു. ആ ചേട്ടൻ നല്ല കുറേ പറഞ്ഞാൽ ചെയ്തു തരാൻ വേണ്ടിയിട്ട് ഞാൻ മറന്നുപോയി. ചേട്ടാ ഞാൻ ഡ്രസ്സ് മാറ്റി ചെയ്ത് തരാമെന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ വിഷമാവുന്നു. ഞാനങ്ങനെ ചെയ്ത് കൊടുക്കാറൊന്നുമില്ല. പക്ഷെ ആ ചേട്ടന് നമുക്ക് അറിയാവുന്ന ഒരു ചേട്ടനൊക്കെ ആയ കാരണമാണ്. പക്ഷെ അത് എഴുതി തന്നാണ്, ഞാൻ ചെയ്ത് കൊടുത്തില്ല. ഇപ്പോൾ ഇത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നമുക്കൊന്ന്
എടുത്തിട്ട് ആ ചേട്ടൻ്റെ നമ്പറൊന്നുമില്ല, പക്ഷെ ആർക്കെങ്കിലും അയച്ചു കൊടുക്കാം, ചേട്ടൻ അയച്ചു കൊടുക്കണം എന്ന് പറഞ്ഞിട്ട്. വേറെ എന്താ വരുന്നത്? പിന്നെ ഇപ്പുറത്തൊരു അറിയുണ്ട് കേട്ടോ, അറിയില്ല എന്താ നോക്കട്ടെ. ആ അടിപൊളി ഇമ്മിലി സോസ്. ഇത് ഓർമ്മയുണ്ടോ? പുളിമിഠായി. ഇത് നമ്മുടെ മേക്കപ്പ് ചേട്ടൻ എനിക്ക് തന്നാട്ടോ. ചേട്ടൻ കുറേ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ ഞാനതൊന്നും കഴിച്ചില്ല, വാങ്ങിച്ചു വെച്ചു. ഇത് ഞാൻ ഡോക്ടറെ കൺസൾട്ട് ചെയ്തപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ എഴുതി തന്നതിൻ്റെ ഒരു ഇതാണ്. ഹെയറോക്രാഫ്റ്റിൽ പോയപ്പോൾ അങ്ങനെയുണ്ടോ ഞാൻ മറ്റേ ഈ ഫേസിൽ ആക്നെ പോണ സംഭവങ്ങളൊക്കെ. ഹാൻഡ് വെയിറ്റ് എത്തി UV ഡോഗ് സൺസ്ക്രീൻ, അങ്ങനെ സ്കിന്നിൻ്റെ കുറച്ച് ഇതിൻ്റെ കുറച്ച് പ്രിസ്ക്രിപ്ഷൻ ആണ്. പിന്നെ കോമഡി ഞാൻ പറഞ്ഞാൽ അത് ഈ ചെറിയ ഇതിൽ ഞാൻ ഇട്ടതാണ് എൻ്റെ എയർപോഡ്സിൻ്റെ സോക്കറ്റ്, മറ്റേ ആ ഒരു കേസ് ഇതേ മറ്റേതിലാണ്. ഇതിപ്പോൾ ഞാൻ യൂസ് ചെയ്തതിന് ശേഷം പെട്ടെന്ന് എടുത്തിട്ടുമല്ലോ ആയിരിക്കും. ഭയങ്കര അടിപൊളിയാണ് എൻ്റെ സ്വഭാവം. ഇതൊക്കെ ഈ ശീലങ്ങളൊക്കെ കുറച്ച് മാറ്റണം, കുറച്ച് അടുക്കും ചിട്ടയൊക്കെ വരുത്തണം എന്നുണ്ട്. ഓക്കെ, കഴിഞ്ഞോ? ഇല്ല ഇതിൻ്റെ ഉള്ളിലൊരു ചെറിയൊരു അറിയുണ്ട് കേട്ടോ. അതിലാണ് ഞാൻ എൻ്റെ ക്യാഷുകളെല്ലാം വയ്ക്കുന്നത്. ക്യാഷ് കാർഡ് അതൊക്കെ. ഇതെപ്പോഴോ ഞാൻ തൃശ്ശൂർ ടിക്കറ്റ് എടുത്തതാണ്. ഇത് വടക്കാഞ്ചേരി ടു തൃശ്ശൂർ, വടക്കാഞ്ചേരി ടു തൃശ്ശൂർ ഞാൻ ജനറൽ കയറിയിട്ട് അവിടുന്ന് ഞാൻ മറ്റേ AC എടുത്തിട്ട് പോകുന്നതാണ്. കാരണം അവിടുന്ന് എനിക്ക് ടിക്കറ്റ് കിട്ടിയുള്ളൂ. ഇത് എൻ്റെ പാൻ കാർഡ്, ഇതൊരു 1, 2, 3 ATM കാർഡ്, പിന്നെ കുറച്ച് ക്യാഷ്, 100 രൂപ, 50 രൂപ, 20 രൂപ, ചില്ലറ പൈസ. സോ ഗൈസ്, ഇത്രയാണ് ഇപ്പോൾ എൻ്റെ ഒരു ക്യുക്ക് വാട്ട്സ് ഇൻ മൈ ബാഗ് ചെയ്തപ്പോൾ ഇതിലുള്ളത്. ഇതിങ്ങനെ ആയിരിക്കില്ല കേട്ടോ നാളെ ചിലപ്പോൾ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വേറെ ബാഗിലോട്ടൊക്കെ മാറും. അങ്ങനെയാണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വേറെ ഒന്നും ചെയ്യാനൊക്കെ ഉള്ളതിൻ്റെ എല്ലാം എഡിറ്റ് ചെയ്യാനുണ്ട്. ഇതാണെങ്കിൽ നമ്മൾ ഒരൊറ്റയടിക്ക് അങ്ങ് ഇട്ടാൽ മതിയല്ലോ. ബാക്കിയുള്ള വീഡിയോസൊക്കെ കഷ്ടപ്പെട്ട് എഡിറ്റ് ചെയ്തിട്ട് വോയിസ് ഓവറൊക്കെ ഉണ്ട്. എനിവേ, നിങ്ങൾക്ക് എന്തെങ്കിലും കണ്ടന്റ് സെഷൻ ഉണ്ടെങ്കിൽ എനിക്ക് അങ്ങോട്ടേക്ക് സ്കെഡ്യൂൾ ബ്രേക്ക് ആണ്. കമൻറ്റിൽ കമൻറ്റ് ചെയ്യൂ ഗൈസ്. സീ യു ദെൻ. ബൈ. ടാറ്റാ.